അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്കറിയില്ലല്ലോ. അദ്ദേഹം എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം അങ്ങനെ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങളുടെ പുറത്ത് ഇന്നിപ്പോ പൊതുവായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളുടെ പുറത്തുണ്ടായിട്ടുള്ള എന്തെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സുധാകരൻ അങ്ങനെ സാധാരണ തീരുമാനം എടുക്കുന്നതാണ് എന്റെ മനസ്സിൽ തോന്നിയിരിക്കുന്നത്. ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല. എന്ത് ചെയ്യണമെന്നില്ല. അല്ല, അതെങ്ങനെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതുവരെ തീരുമാനം അതിനകത്ത് എടുത്തിട്ടില്ല. അല്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, പാർട്ടിയിൽ ഇപ്പം കോൺഗ്രസിന് സ്ഥാനാർത്ഥിയുടെ പേരുണ്ട്. എല്ലാ കാര്യങ്ങളും പാർട്ടിയിലെ ലീഡർഷിപ്പ് എല്ലാവരുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് പ്രാദേശിക നേതാക്കന്മാരൊക്കെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോട്ടലുകളിൽ 20% അടച്ചിരിക്കുകയാണ്. പാചകവാതക ഏജൻസികളോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇനി വിതരണം ചെയ്യേണ്ടത്. എന്തിനു പറഞ്ഞ് സിലിണ്ടറുകളിൽ ഗ്യാസ് നിറക്കുന്നത് പോലും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മളാരും പ്രതീക്ഷിക്കാത്തവണ്ണമുള്ള അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പലയിടത്തും ഹോട്ടലുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇഫ്താർ വിരുന്നുകളെ അടക്കം ഇത് ബാധിക്കുന്നതാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗുരുതരമായ കാര്യം കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഒന്നും ചെയ്യാതെ ഇക്കാര്യത്തിൽ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ നാട് വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണ്. ഇന്നലെയും ഞങ്ങൾ ഈ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു. ഇന്നിപ്പോൾ രാവിലെ 10:30 മണിക്ക് ഞങ്ങൾ പാർലമെന്റ് കവാടത്തിന് മുമ്പിൽ ശക്തമായിട്ട് ഇന്ത്യ അലയൻസിന്റെ മുഴുവൻ ആളുകളെയും വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട്. പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പാർലമെന്റ് സത്യത്തിൽ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടത്ര ഗൌരവമുള്ള വലിയ വിഷയമാണ് ഈ വിഷയം. ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.